2025 ഒക്ടോബർ 30 ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ എന്നും ഓർക്കും ഇനി ആ ദിനം. നവി മുംബൈയിൽ ഹർമൻപ്രീതും സംഘവും ചരിത്രം കുറിച്ച് ഫൈനലിലേക്ക് ചേക്കേറിയ ദിനം. 7 തവണ ചാമ്പ്യന്മാരായ കങ്കാരു പടയെ പൂട്ടണമെങ്കിൽ ഒരു റെക്കോർഡ് പ്രകടനം തന്നെ ഇന്ത്യക്ക് പുറത്തെടുക്കണമായിരുന്നു. 2023 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ പുരുഷ പടയെ തോൽപ്പിച്ച് ഇന്ത്യൻ ആരാധകരുടെ കണ്ണു നനയിച്ച ഓസീസിനോട് സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ പകരം ചോദിച്ചു ഇന്ത്യയുടെ പെൺപുലികൾ. ഓസീസ് ഉയർത്തിയ 339 എന്ന സ്കോർ 5 വിക്കറ്റ് ബാക്കി നിർത്തി ഐതിഹാസിക വിജയത്തോടെ ഇന്ത്യ വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നു. ഈ വിജയത്തിന് ഇന്ത്യ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ജമീമ റോഡ്രിഗസിനോടാണ്. അസാധ്യമെന്ന് വിധി എഴുതിയ മത്സരം ജമീമയുടെ കരളുറപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ നിന്നും പിടിച്ചു വാങ്ങി. ജമീമ, നിങ്ങൾ 140 കോടി മനസ്സിലെ മാലാഖയായി മാറിക്കഴിഞ്ഞു. വനിതാ ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഗ്രാൻഡ് എൻട്രി. തോൽവി അറിയാതെ വന്ന ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യയുടെ പെൺപട നേരിട്ടത് ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ജമീമ എന്ന 25-കാരിയുടെ മികവാർന്ന അച്ചടക്കത്തോടെയുള്ള ബാറ്റിംഗും നിശ്ചയദാർഢ്യവും ഓസ്ട്രേലിയ ഉയർത്തിയ പടുകൂറ്റൻ സ്കോറിനെ മറികടക്കാൻ ടീമിനെ സഹായിച്ചു. സ്വപ്ന ഫൈനലിലേക്ക് എത്താൻ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് 339 റൺസ്. 2ാം ഓവറിൽ ഓപ്പണർ ഷെഹാലി വർമ്മ പുറത്തായി. പിന്നാലെയാണ് ജമീമ ക്രീസിലേക്ക് ഇറങ്ങുന്നത്. 10ാം ഓവറിൽ സ്മൃതി മന്ധാനയും പുറത്തായതോടെ ഇന്ത്യ ഒന്ന് പരിങ്ങി. സ്കോർ 2-59. തുടർന്ന് ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ജമീമയ്ക്ക് പറ്റിയ കൂട്ടാളിയായി. ഇരുവരും ചേർന്ന് 3ാം വിക്കറ്റിൽ നേടിയ 167 റൺസിന്റെ കൂട്ടുകെട്ട് മത്സരം ഓസീസിൽ നിന്നും അകറ്റി. വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട്. എല്ലാ വിമർശനങ്ങൾക്കും ജമീമയുടെ ബാറ്റ് മറുപടി പറഞ്ഞ ദിവസമായിരുന്നു ഒക്ടോബർ 30 വ്യാഴാഴ്ച. 134 പന്തിൽ അവൾ നേടിയെടുത്തത് പൊന്നിന്റെ വിലയുള്ള 127 റൺസ്. എല്ലാ ദിശയിലേക്കും ബൗണ്ടറികൾ പാഞ്ഞു. 14 ബൗണ്ടറി ജമീമ അടിച്ചുകൂട്ടി. അവൾ പോരാടിയത് അവൾക്ക് വേണ്ടി കൂടിയായിരുന്നു. റീൽസ് എടുക്കാൻ മാത്രമല്ല, റൺസ് അടിക്കാനും തനിക്ക് കഴിയുമെന്ന് അവൾ തെളിയിച്ചു. സോഷ്യൽ മീഡിയ ക്രിക്കറ്റർ എന്ന വിമർശനത്തിന് ബാറ്റ് കൊണ്ട് മറുപടി. 2017 അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ സൗരാഷ്ട്രയ്ക്കെതിരെ 163 പന്തിൽ നിന്ന് 202 റൺസ് നേടിയ പ്രകടനം ഈ ജെൻസിയെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചു. അന്ന് അവൾക്ക് പ്രായം 17 ആയിരുന്നു. സ്മൃതി മന്ദാനയ്ക്ക് ശേഷം ആഭ്യന്തര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരം. ബാറ്റിംഗിനൊപ്പം പാർട്ട് ടൈം ഓഫ് സ്പിന്നർ കൂടിയാണ് ജമീമ. ഓൾറൗണ്ടർ എന്ന നിലയിലും ജമീമ ടീമിന് മുതൽക്കൂട്ടാണ്. അച്ഛൻ ഇവാൻ റോഡ്രിഗസ് ആയിരുന്നു അവളുടെ ആദ്യ കോച്ച്. ജൂനിയർ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായിരുന്ന അദ്ദേഹമാണ് ജമീമയുടെ കായിക ജീവിതത്തിന് വെളിച്ചം പകർന്നത്. അവൾ പഠിച്ച സ്കൂളിൽ പെൺകുട്ടികൾക്കായി ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിക്കുകയും ചെറുപ്പം മുതൽ തന്നെ മകളെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തു. വിജയ ബൗണ്ടറിക്ക് ശേഷം ഗാലറിയിൽ നിന്നും ആർപ്പുവിളികൾ ഉയർന്നു. ടീം അംഗങ്ങൾ ഓടിയെത്തി അവളെ വാരിപ്പുണർന്നു. അവൾ അപ്പോഴും കരയുകയായിരുന്നു. സങ്കടം കൊണ്ടല്ല, തന്റെ ടീമിന്റെ വിജയം കണ്ട സന്തോഷത്തിൽ. അവൾക്കൊപ്പം ഗാലറിയും കരഞ്ഞു. ആ ഗാലറിയെ നോക്കി അവൾ പറയുന്നുണ്ടായിരുന്നു, താങ്ക് യു. അതെ, അവൾക്ക് ഈ വിജയം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. അത് അവൾക്ക് പകരുന്ന ആത്മവിശ്വാസം മറ്റാരെക്കാളും ഒരു പടി മുകളിലാണ്. അതിനൊരു കാരണവുമുണ്ട്. ക്രീസിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ബോളിനെയും ടീമിനെയും വിജയത്തിലേക്ക് എത്തിക്കാനുള്ള സമ്മർദ്ദത്തെയും മാത്രമല്ല, അവളിലെ ആത്മവിശ്വാസത്തെ കൂടിയായിരുന്നു. അവളെ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരുന്ന ഉത്കണ്ഠ എന്ന മാനസികാവസ്ഥയെ കൂടിയായിരുന്നു. കരഞ്ഞു തീർത്ത ദിവസങ്ങൾക്ക് ശേഷം പ്രത്യാശയുടെ സൂര്യകിരണം അവളുടെ മുഖത്ത് പടർന്നു. 2022 വനിതാ ലോകകപ്പ് ടീമിൽ നിന്ന് ഫോമിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒഴിവാക്കിയത് ജമീമയ്ക്ക് വലിയ വേദനയുണ്ടാക്കി. ഒപ്പം ഈ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 32 ഔട്ടായി. തൊട്ടടുത്ത 2 മത്സരത്തിലും റൺസ് ഒന്നും എടുക്കാനായില്ല. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നു. എന്നാൽ അതൊന്നും അവളിലെ പോരാളിയെ തളർത്തിയില്ല. ഇന്നലെ അവൾ അത് കാണിച്ചു തന്നു. കളിയിലെ താരമായാണ് ജമീമ തന്റെ വിമർശകരുടെ വായ അടപ്പിച്ചത്. മത്സരത്തിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ അവൾ പറഞ്ഞു, ശരിയാണ്, ആർക്കും അവരുടെ ദൗർബല്യത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ആങ്സൈറ്റി പ്രോബ്ലവും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ വിശ്വസിച്ച് ക്രീസിലിറക്കിയ എല്ലാവർക്കും അവൾ അകമൊഴിഞ്ഞ് നന്ദി അറിയിച്ചു. അർദ്ധ സെഞ്ചുറിയോ അവൾ ആഘോഷമാക്കിയില്ല. കാരണം അടുത്ത ദിവസം ഹോട്ടൽ മുറിയിൽ ഇരിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് 50യോ സെഞ്ചുറിയോ അല്ല, മറിച്ച് ടീമിന്റെ വിജയമാണ്. ഫൈനൽ മത്സരത്തിന് തയ്യാറാകുന്ന പകലാണ് എനിക്ക് വേണ്ടത്. അതായിരുന്നു ജമീമയുടെ മോട്ടിവേഷൻ. അതെ, എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സൂര്യപ്രഭ ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ജമീമ ഉദിച്ചുയർന്നു. അതിനായി ഓസീസിനെതിരായ സെമി ഫൈനൽ വരെ കാത്തിരിക്കേണ്ടി വന്നെന്ന് മാത്രം. അതെ, സാഹചര്യങ്ങളാണ് ഒരാളിലെ യഥാർത്ഥ പോരാളിയെ പുറത്തു കൊണ്ടുവരുന്നത്.
ജമീമ, നിന്റെ കണ്ണീർ വെറുതെ ആവില്ല. ഞായറാഴ്ച നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ത്രിവർണ്ണക്കൊടി പാറിപ്പറക്കട്ടെ. ഓരോ ക്രിക്കറ്റ് പ്രേമിയും അതിനായി കാത്തിരിക്കുന്നു.